എടി അനു, ഞായറാഴ്ച നീ കല്യാണത്തിന് വരുന്നില്ലേ? ആരുടെ കല്യാണത്തിന്? ഓ, നീ അറിഞ്ഞില്ലേ? നമ്മുടെ ക്ലാസ്സിലെ കോമളന്റെ ചേച്ചിയുടെ കല്യാണം. ഓ അതോ, ഞാൻ വരുന്നില്ലടി. ഇന്ന് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാ ഒന്ന് വിട്ടത്. അല്ലേലും നിന്റെ അമ്മ നിന്നെ എവിടെയും വിടത്തില്ല. അത് അമ്മയ്ക്ക് എന്നോട് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാ. എന്നാൽ ഓക്കേടി, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ശരിയടി. അമ്മേ, അമ്മേ. ആ, എത്തിയോ? പോയിട്ട് എന്തായി പിറന്നാളാഘോഷം? അതോ, ഭയങ്കര അടിപൊളിയായിരുന്നു അമ്മേ. സൂപ്പറായിരുന്നു. കഴിക്കാനൊന്നുമില്ല അമ്മേ? നീ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കേ, ചായ ഇപ്പം തരാം. എന്താ മീനാക്ഷി വിളിച്ചത്? ഗോവൻ ചേട്ടൻ വന്നോ? ആ, ഇന്നലെ ഇടിമിന്നലുണ്ടായപ്പോൾ വെളിയിലെ ബൾബ് 2 അടിച്ചുപോയി. ബൾബ് ഇരിപ്പുണ്ടോ അതോ വാങ്ങണോ? ബൾബുണ്ട്. എവിടത്തെയാ മാറണ്ടേ? ഇതേ പുറത്തെ ബൾബ്. പുറത്തെയോ? ശരി ശരി. നീ വന്ന പാടെ ഡ്രസ്സ് മാറാതിരിക്കുവാണോ? പോയി ഡ്രസ്സ് മാറടി. പുല്ല് കാരണം കാണാനും പറ്റുന്നില്ല. എനിക്ക് ദേവി ചേച്ചിയുടെ വീട്ടിൽ വരെ പോകണം. ഞാൻ വരുമ്പോൾ കുറച്ച് താമസിക്കും. ശരി അമ്മേ. അയ്യോ മീനാക്ഷി, എങ്ങോട്ടാ? എനിക്ക് ദേവി ചേച്ചിയുടെ വീട്ടിൽ വരെ പോകണം. കൊച്ചിവിടെ തന്നെയുള്ളേ, ഒന്ന് നോക്കിക്കോണേ. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ? മീനാക്ഷി എന്തിനാ പിടിക്കുന്നത്? ധൈര്യമായിട്ട് പോയിട്ട് വാ. ടീച്ചറെ, അനു അല്ലേ അവിടെ ഇരിക്കുന്നത്? അതെ, അനു ആണല്ലോ. ഈയിടെയായി അനു ക്ലാസ്സിൽ ഡിസ്റ്റർബാണ്. ശരിയാ, ഞാനും കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നു. എക്സാമിനാണെങ്കിൽ തീരെ മാർക്കും ഇല്ല. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ എന്തായാലും അനുവിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ശരി ടീച്ചറെ. അനു, അനു, എന്തു പറ്റി ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല ടീച്ചറെ. മോള് പേടിക്കാതെ ധൈര്യമായിട്ട് പറഞ്ഞു. അതൊന്നുമില്ല മിസ്സേ. ഒന്നുമില്ലേ? എന്താണേലും ടീച്ചറിനോട് പറ. മോളെ അനു, കരയാതെ. എന്തിനാ കരയുന്നത്? ബാ, എഴുന്നേക്ക്, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം.
അനുവിൻ്റെ അമ്മ എത്തിയോ? ബാ ഇരിക്ക്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖാണോ? സുഖമായിരിക്കുന്നു. അനു എങ്ങനെയുണ്ട്? പഴയതുപോലൊന്നും സംസാരിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഉറക്കവുമില്ല. എന്താണെന്ന് അറിയില്ല. ചോദിച്ചിട്ടാണേലും ഒന്നും പറയുന്നുമില്ല. അത് അനുവിൻ്റെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിനി എന്താണ് ടീച്ചറെ ചെയ്യേണ്ടത്? അനുവിൻ്റെ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നമുക്ക് നിയമപരമായി മുമ്പോട്ട് പോകാം. അമ്മ ഈ പോക്സോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല ടീച്ചറെ. പോക്സോ എന്ന് പറഞ്ഞാൽ 2012 നിലവിൽ വന്നൊരു നിയമമാണ്. ഇതനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായൊരു നിയമമാണിത്. ഇതനുസരിച്ച് പ്രതിക്ക് 12 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. നിയമപരമായി മുമ്പോട്ട് പോകണം. നീതിയുടെയും കരുതലിൻ്റെയും കൈത്താങ്ങ് അവർക്ക് നൽകുക. അറിയുക, പ്രതിരോധിക്കുക, സംരക്ഷിക്കുക ഇപ്പോൾ തന്നെ.